ഹായ്, ഞാൻ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് ഞാൻ ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല, വിസ്ക് വെച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു 3/4 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട്, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഇതിലേക്ക് ഒരു 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം, ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ പീസ് ചോക്ലേറ്റ് ഉരുക്കിയത് ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചേക്കുകയാണ്. അതൊന്ന് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. അപ്പം ഞാനൊരു വലിയ പീസ് ചോക്ലേറ്റ് ബാറാണ്, ഡാർക്ക് ചോക്ലേറ്റ് ബാറാണ് ഡബിൾ ബോയിൽ ചെയ്ത് തണുത്തതിന് ശേഷം ഇതിലൊക്കെ ചേർത്ത് കൊടുത്തേക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് ഹോട്ട് വാട്ടർ ഒഴിച്ച് കൊടുക്കുക. ഇത് കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടും. ചോക്ലേറ്റ് കേക്കിൽ ഹോട്ട് വാട്ടർ ചേർക്കണം, എന്നാലേ നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് ബാറ്റർ നമുക്ക് കിട്ടണം. ഞാൻ ഇതേപോലെ ഒരു പേപ്പർ മോൾഡിലേക്കാണ് കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിന്ന് ഓവനിലല്ല കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ പേപ്പർ മോൾഡ് ഇതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം, അതായത് ലോ ഫ്ലെയിം മതി. ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഒരു 35 മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇതൊരു അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഇടയിലൊന്നും എടുത്ത് തുറന്ന് നോക്കരുത്. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ജസ്റ്റ്. ആദ്യം തന്നെ ഇത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാറ്റർ ഉള്ളിലോട്ട് കുഴിഞ്ഞു പോവും. പിന്നെ കേക്ക് ബേക്കായിട്ട് വരില്ല, അത്രയധികം പൊന്തി വരില്ല. 30 മിനിറ്റിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കുക. അപ്പോൾ അത് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബേക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല വെച്ചെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം.
അപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാണ്. അപ്പം നമ്മളിത് ഓവനിലല്ല ബേക്ക് ചെയ്തത്, പാനിലാണ് ഞാൻ ബേക്ക് ചെയ്തത്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.